മക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ HSA നാച്ചുറൽ സയൻസിൻ്റെ എക്സാം ഡേറ്റ് ആണ് ഓഗസ്റ്റ് 4. നിങ്ങളെല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷനിലാണെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കുട്ടികൾ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു കുറച്ച് ക്ലാസ്സുകൾ ചെയ്യാനായിട്ട്. ചില വ്യക്തിപരമായ തിരക്കുകൾ കൊണ്ട് എനിക്ക് കഴിഞ്ഞില്ല. എങ്കിൽ പോലും ഒരു റിവിഷൻ എന്ന രീതിയിൽ വരാൻ സാധ്യതയുള്ള മേഖലയിലെ ചില ടോപ്പിക്കുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഇന്ന് നമ്മുടെ ജൈവ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ബയോടെക്നോളജിയിലെ കുറച്ച് പോയിന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ചോദ്യം: ജൈവ സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഫാദർ ഓഫ് ബയോടെക്നോളജി അല്ലെങ്കിൽ ജൈവ സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കരോളി എർക്കി എന്ന ഹംഗേറിയൻ അഗ്രോണമിസ്റ്റ് ആണ് ബയോടെക്നോളജിയുടെ പിതാവ്. ഇനി നമ്മുടെ ആധുനിക ജൈവ സാങ്കേതിക വിദ്യയുടെ പിറവിക്ക് കാരണമായ 2 സാങ്കേതിക വിദ്യകളുണ്ട്. അതിലൊന്നാണ് ജനിതക എഞ്ചിനീയറിംഗ്, അടുത്താണ് രാസ എഞ്ചിനീയറിംഗ്. ജനിതക എഞ്ചിനീയറിംഗിന്റെ പിതാവാണ് പോൾ ബെർഗ്. ആദ്യത്തെ റീകോമിനന്റ് DNA അല്ലെങ്കിൽ ആദ്യത്തെ പുനഃസംയോജക DNA നിർമ്മിച്ചത് ആര്? സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും ചേർന്നിട്ടാണ്. സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും 1972. ആദ്യത്തെ പുനഃസംയോജക DNA നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ച പ്ലാസ്മിഡ് എവിടെ നിന്നാണ് എടുത്തതെന്ന് ചോദിക്കാം. അത് സാൽമോണല്ല ടൈഫിമൂരിയം എന്നറിയപ്പെടുന്ന ഒരു ബാക്ടീരിയയുടെ പ്ലാസ്മിഡ് ആണ് ആദ്യത്തെ റീകോമിനന്റ് DNA നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ ഈ തുടർന്നും ഇതേപോലെയുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.